ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। योऽन्ध प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरतो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपम्। परमानंद पाठाय प्रेमवर्षी अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്സു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 8-ാമത്തെ അധ്യായം 38-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ഹരിബോൾ. കേവയം നാമരൂപാഭ്യാം യഥോപി സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി ഋഷികാനാം ഇവേഷിതോ. കേവയം നാമരൂപാഭ്യാം യഥോപി സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി ഋഷികാനാം ഇവേഷിതോ. ആരെങ്കിലും റിസൈറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കേവയം നാമരൂപാഭ്യാം യദുപി സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി ഋഷിഗാണാമിവേശിതോ. വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ. ഒരു പ്രത്യേക ശരീരത്തിന്റെ പേരും പ്രശസ്തിയും ചേതനാത്മാവിന്റെ മരണാനന്തരം വിസ്മരിക്കപ്പെടുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സർവ്വ പ്രശസ്തിയും പ്രവർത്തനങ്ങളും പാണ്ഡവരുടെയും യദുകുലത്തിന്റെയും പ്രതാപകാലം കഴിയുന്നതോടെ തൽക്ഷണം അവസാനിക്കും. ഹരേ കൃഷ്ണ. ഹരി ബോൾ. അപ്പൊ എന്താണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്? As the name and fame of a particular body is finished with the disappearance of the living spirit, similarly, if you do not look upon us, all our fame and activities along with the Pandavas and Yadus will end at once. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ എന്താണ് ആത്മാവാണ്. ഈ ആത്മാവ് ശരീരം വിട്ടുപോയാൽ നമ്മളുടെ ഉപാധികളെല്ലാം നശിക്കും. കുറച്ച് കാലം നിൽക്കുമായിരിക്കും, കുറച്ചു കാലം നമ്മുടെ സന്ധുബന്ധുക്കളെല്ലാം ഓർമ്മിക്കും. നീ എത്ര വലിയ കീർത്തിമത് വ്യക്തിയാണെങ്കിലും കൂടിയിട്ട് ഓക്കെ, ഒരു 50 കൊല്ലം 100 കൊല്ലം 200 കൊല്ലം 300 കൊല്ലം 500 കൊല്ലം അതിലും ഇതൊന്നും പോവില്ല, എല്ലാവരും മറക്കും. അപ്പൊ നമ്മളുടെ ഈ ഉപാധികള്, നമ്മളുടെ ദേഹത്തോട് അനുബന്ധിച്ചുള്ള എല്ലാ ഉപാധികളും ഓക്കെ, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചു, വീടെത്തി, അമ്മ ക്ലാസ് കയറുന്നില്ലേ?
ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചു, ഞാൻ ഇന്ന ആളാണ്, ഓക്കെ, എനിക്ക് ഈ ഐശ്വര്യങ്ങളെല്ലാം എനിക്കുണ്ട്, കീർത്തിയുണ്ട്, യശസ്സുണ്ട്. ഇതെല്ലാം നമ്മളുടെ ശരീരത്തിനാണ്. ആത്മാവിന് ഈ ഡിസിഗ്നേഷൻസും ഉപാധികളൊന്നും ഇല്ല, അല്ലേ? അപ്പോൾ ആത്മാവിന്റെ അസ്തിത്വം എന്താണ്? ജീവേര സ്വരൂപമായി കൃഷ്ണേര നിത്യദാസ്. അതായത് ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസന്മാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള ഞാൻ ഇന്ന ആളുടെ മകനാണ്, ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, എനിക്ക് ഇത്ര ധനമുണ്ട്, എൻ്റെ ഈ യശസ്സുണ്ട്, കീർത്തിയുണ്ട്, ഇതെല്ലാം എൻ്റെ ഈ ശരീരത്തിന് മാത്രം. ഈ ശരീരം ടെമ്പററി ആണെന്ന് എല്ലാവർക്കും അറിയാം, നശ്വരമാണ്, ഇത് ശാശ്വതമല്ല. അപ്പോൾ നമ്മളുടെ പേരും പ്രശസ്തിയും കീർത്തിയും ഇതെല്ലാം ഈ ശരീരത്തിനോട് അനുബന്ധിച്ചുള്ളതാണ്. ഇതെല്ലാം ഉടനെ നശിക്കും. എപ്പോ? അതായത് നമ്മുടെ ഈ ലിവിങ് സ്പിരിറ്റ്, ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ. അതേപോലെ കുന്തി മഹാറാണി ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഭഗവാന്റെ ആ ദൃഷ്ടി, ഭഗവാന്റെ ഗ്ലാൻസ് നമ്മളെ മീതെ ഇല്ലെങ്കിൽ, ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ ഫെയിമും ആക്ടിവിറ്റീസ് എല്ലാം ഉടനെ നശിക്കും, ഉടനെ അപ്രത്യക്ഷമാവും. അതുപോലെ പാണ്ഡവന്മാരുടെയും യദുവംശത്തിന്റെ എല്ലാവരുടെയും കീർത്തിയും യശസ്സും എല്ലാം ഭഗവാന്റെ ആ ദൃഷ്ടിയില്ലെങ്കിൽ, ഭഗവാന്റെ ആ അനുഗ്രഹം ഇല്ലെങ്കിൽ ഉടനെ നശിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഭഗവാനാണ് നമ്മുടെ ശക്തി മുഴുവൻ. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ രണ്ട് കാര്യങ്ങളാണ്: ഉപദ്രഷ്ട, അനുമന്താച്ച. അപ്പൊ ഭഗവാൻ സാങ്ഷൻ ചെയ്യാതെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ സാങ്ഷനാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ എത്ര തന്നെ കഴിവുണ്ടെങ്കിലും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സ്വയമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഇല പോലും ഭഗവാന്റെ അനുമതി ഇല്ലാണ്ട് ഇളകില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റി, ഒരു കർമ്മം നടക്കണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങളാണ് വേണ്ടത്. ആ 5 കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ മാത്രമാണ് നമുക്കൊരു കർമ്മം, ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ഇത് ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അധിഷ്ഠാനം തഥാ കർത്ത കാരണം ച പൃഥക് വിധം വിവിധശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവത്ര പഞ്ചമം. 5 കാര്യങ്ങളാണ് വേണ്ടത്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ 5 കാര്യങ്ങൾ വേണം. ഒന്ന്, പ്ലേസ് ഓഫ് ആക്ഷൻ, ഒരു സ്ഥലം വേണം. അപ്പൊ നമ്മൾ പ്ലേസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. പിന്നെ പെർഫോമർ പറഞ്ഞാൽ നമ്മുടെ സോള്, ആത്മാവ്. ഈ ആത്മാവില്ലാണ്ട് ശരീരം പ്രവർത്തിക്കില്ല, അല്ലേ? അപ്പോൾ ആത്മാവില്ലാണ്ടുള്ള ശരീരം ജഡമാകുന്നു. അപ്പൊ ആ ഡൂർ ആരാണ്? അത് ആത്മാവാണ്. ആത്മാവിന്റെ ആഗ്രഹമാണ് നമ്മൾ ശരീരത്തിൽ കൂടെ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് അതിനുള്ള ഉപകരണങ്ങൾ വേണം. ഒരു കാര്യം ചെയ്യണമെങ്കിൽ, നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരുപാട് ടൂൾസും വേണം, മെറ്റീരിയൽസും വേണം, അല്ലേ? അതേപോലെ നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയസ് സെൻസസ് വേണം. ഓക്കെ, അതിൽ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ഇതൊക്കെ സെൻസസ് ആണ്. ഇതില്ലാണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഒരു പ്ലേസ് ഓഫ് ആക്ഷൻ വേണം, അതായത് ബോഡി. ഒരു ഡൂവർ വേണം, അതായത് സെൽഫ്. പിന്നെ ഡിഫറെൻറ്റ് സെൻസസ്, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളെല്ലാം വേണം. പിന്നെ എന്താണ്? നമ്മളുടെ എൻഡവർ, നമ്മുടെ എഫേർട്ട് വേണം. ഓക്കെ, നമ്മൾ എഫേർട്ട് എടുക്കണം. ഓക്കെ, നമ്മളൊരു എഫേർട്ട് എടുക്കാണ്ട് ഒരു കാര്യം സാധിക്കില്ല. അതിന് ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് ഭഗവാന്റെ സാങ്ഷൻ, സൂപ്പർ സോൾ. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സ്, ഈ 5 ആസ്പെക്ട്സ് ആണ് ഒരു കാര്യനിർവഹണത്തിന് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഭഗവാന്റെ അവിടെ ഒരു സാങ്ഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ബാക്കി എല്ലാ 4 കാര്യങ്ങളും ഉണ്ടായാലും ശരി, ഭഗവാന്റെ ഫൈനൽ സാങ്ഷൻ ഇല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയും നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കില്ല. അപ്പൊ അതാണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്, അങ്ങില്ലാണ്ട്, അങ്ങ് ഇത്ര കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, സുഖത്തിലും ദുഃഖത്തിലും എല്ലാറ്റിലും ഞങ്ങളെ സഹായിച്ചിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഭഗവാൻ അങ്ങ് പോവുകയാണെങ്കിൽ അപ്പൊ ആരാണ് ഞങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക? കുന്തി മഹാറാണി ഭാഗ്യവതിയായിരുന്നു, പാണ്ഡവന്മാർ ഭാഗ്യവന്മാരായിരുന്നു. കാരണം അന്ന് ഭഗവാൻ പ്രത്യക്ഷത്തിൽ അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഇന്ന് നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല, അല്ലേ? പക്ഷെ അവരെല്ലാം ഭാഗ്യവന്മാരാണ്. കാരണം ഭഗവാന്റെ പ്രത്യക്ഷത്തിലുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ ആ ഹസ്തിനപുരം വിട്ടിട്ട് ദ്വാരകയിൽ പോവുകയാണെങ്കിൽ ആരാണ് ഞങ്ങളെ സംരക്ഷിക്കുക? ഭഗവാൻ അല്ലാണ്ട് ആരും ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല, അല്ലേ? ഉത്തര
ആ ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ആരെയാണ്? തന്റെ പഞ്ചപാണ്ഡവന്മാരെ സമീപിച്ചില്ല. വേറെ ആരും ബലവത്തായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ബലവാന്മാരായിട്ടുള്ള ആരും സമീപിച്ചില്ല. പക്ഷേ ഭഗവാനെ സമീപിച്ചുള്ളൂ. കാരണം ഉത്തരയ്ക്ക് അറിയാം ഭഗവാൻ മാത്രമേ ഈ ക്രൈസിസിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പൊ അതുകൊണ്ട് കുന്തി മഹാരാണിയും അതേ കാര്യമാണ് പറയുന്നത്. ഭഗവാൻ അല്ലാണ്ട് വേറെ ആൾക്കും നമ്മുടെ ഈ നെയിം ഫെയിം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിനെ സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ പോയി കഴിഞ്ഞാൽ പാണ്ഡവന്മാരെയും യദുകുലത്തിലെ ആൾക്കാരുടെയും എല്ലാ കീർത്തിയും യശസ്സും എല്ലാം അപ്പൊ തന്നെ നശിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ശക്തിയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാൻ അർജുനോട് പറയുന്നു തേരിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അർജുനൻ പറയുന്നു, ഇല്ല കൃഷ്ണ, അങ്ങ് തന്നെ ആദ്യം ഇറങ്ങും. അപ്പൊ ഭഗവാൻ ഇറങ്ങുന്നില്ല. ഇല്ല അർജുന, അങ്ങ് ആദ്യം ഇറങ്ങണം. അർജുനൻ ഇറങ്ങി, പിന്നാലെ ഭഗവാനും ഇറങ്ങി. അതിനുശേഷം എന്താണ് ആ തേര് സംഭവിച്ചത്? ഉടനെ അത് പൊട്ടിത്തെറിച്ചു, അത് നശിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് ഇറങ്ങാൻ പറഞ്ഞത്? കാരണം ഈ 18 ദിവസത്തെ യുദ്ധത്തിലെ എല്ലാ അസ്ത്രങ്ങളും അത് ഏറ്റ് ഭഗവാന്റെ ശക്തി കൊണ്ടാണ് അത് നശിക്കാതിരുന്നത്. അപ്പൊ ഭഗവാൻ കാരണമാണ് അത്രയും ദിവസം പിടിച്ചുന്നത്. അപ്പൊ അർജുനൻ ഇറങ്ങി, ഭഗവാൻ ഇറങ്ങി, അതിന് പിന്നാലെ ഇതെല്ലാം നശിക്കുകയും ചെയ്തു. നേരെ മറിച്ച് ഭഗവാൻ ഇറങ്ങിയിട്ട് അർജുനൻ ഇറങ്ങാൻ നിന്നാൽ എന്താ സംഭവിക്കുക? അർജുനൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല, അല്ലെ? പിന്നെ കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധത്തില് കർണന്റെ ആ അമ്പ് കൊള്ളുമ്പോ, തേരിൽ കൊള്ളുമ്പോ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും അർജുനന്റെയും തേരിൽ കൊള്ളുമ്പോ തേര് എത്ര ഒരു 2 അടി 3 അടി പിന്നിലേക്ക് പോകും. അതേസമയം അർജുനന്റെ ആ അമ്പ് കൊള്ളുമ്പോ, കർണന്റെ തേരിൽ കൊള്ളുമ്പോ കർണന്റെ തേര് 100 അടി 150 അടി പിന്നിലേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ കർണന്റെ അമ്പ് കൊള്ളുന്ന സമയത്ത് 2 അടി 3 അടി പോകുന്ന സമയത്ത് ഭഗവാൻ കർണനെ അവിടെ പ്രശംസിക്കുന്നു. എത്ര നല്ലൊരു യോദ്ധാവാണ്, എന്തൊരു ശക്തിയാണ്. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, എന്താണ് ഭഗവാൻ അങ്ങനെ, എന്താണ് കൃഷ്ണ അങ്ങനെ ഇങ്ങനെ പറയാൻ കാരണം? എൻ്റെ അമ്പ് കൊള്ളുമ്പോൾ കർണന്റെ തേര് 100-150 അടി പിന്നിലേക്ക് പോകുന്നു. കർണന്റെ അമ്പ് കൊള്ളുമ്പോൾ എൻ്റെ തേര്, നമ്മുടെ തേര് 1.5-2 അടി പോകുന്നുള്ളൂ. എന്നിട്ടും എന്താണ് കർണനെ പ്രശംസിക്കുന്നത്? അപ്പൊ ഭഗവാൻ പറയുന്നത്, അതായത് ഞാൻ ഈ തേരിലുള്ളത് കൊണ്ടാണ് 1 അടി 2 അടി 3 അടി പിന്നിലേക്ക് പോകുന്നത്. അഥവാ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ 300-400 അടി പിന്നിലേക്ക് പോകുമായിരുന്നു. നേരെ മറിച്ച് കർണന്റെ തേര് അർജുനന്റെ ആ അമ്പ് കൊള്ളുമ്പോൾ 100-150 കൊള്ളും. അപ്പൊ ആരാണ് പ്രശംസിക്കപ്പെടുന്നത്? അതായത് അത്രയും നല്ലൊരു യോദ്ധാവാണ്. അപ്പോൾ അർജുനന്റെ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രസൻസ് ആണ്. ദുര്യോധനൻ യുദ്ധത്തില് ആരാണ് സ്വീകരിച്ചത്? ഭഗവാന്റെ നാരായണീ സേന. അർജുനൻ ഭഗവാനെ സ്വീകരിച്ചു, അല്ലെ? അപ്പോ ഭഗവാനാണ് വേണ്ടത്, ഭഗവാന്റേതല്ല. നമുക്ക് ഭഗവാനെ കിട്ടിയാൽ എല്ലാം ഭഗവാന്റേതായിട്ടുള്ള എല്ലാം നമുക്കുണ്ടായിരിക്കും, അല്ലെ? അതേപോലെ തന്നെ കൃഷ്ണൻ ഈ ഭൗതിക ലോകം വിട്ടുപോയ ശേഷം അർജുനൻ തിരിച്ച് ഹസ്തിനപൂരിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് റാണിമാരും കൂടെ ഉണ്ടായിരുന്നു, അവരെ രക്ഷിക്കാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ ആൾക്കാര്, കവേർഡ് ബോയ്സ്, കവേർഡ് മെൻ, സാധാരണ ആൾക്കാര്, ഗോപബാലന്മാരെ അർജുനനെ അവിടെ തോൽപ്പിച്ചു യുദ്ധത്തിലാന്ന് പറയുന്നത്. അർജുനന്റെ ഗാണ്ഡീവം, അതേ ഗാണ്ഡീവം അവിടെ ഉണ്ടായിരുന്നു. 18 ദിവസം യുദ്ധം ചെയ്തിട്ടുള്ള ആ വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഗാണ്ഡീവം ഉണ്ടായിരുന്നു അർജുനന്റെ കയ്യിൽ. എന്നിട്ടും ഈ സാധാരണ ജനങ്ങളെ അർജുനനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പറ്റിയത് അർജുന, എന്താണ് സംഗതി? വളരെ മോറോസായിട്ട്, വളരെ ദുഃഖിതനായിട്ട് കാണുന്നുള്ളൂ. അപ്പോഴാണ് പറയുന്നത്, ഭഗവാൻ പോയി കഴിഞ്ഞു. ഭഗവാൻ ഉള്ള സമയത്ത് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ ശക്തിയും ഉണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ ആ ഗാണ്ഡീവം അത് വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ ശക്തി ഇല്ല. അപ്പൊ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ആ ശക്തിയെല്ലാം നമുക്ക് ഉണ്ടായത് എന്നാണ് അർജുനൻ പറയുന്നത്. അങ്ങനെ വിഷമിക്കുകയായിരുന്നു അർജുനൻ. പിന്നെ ഭഗവത്ഗീതയിലെ അവസാനത്തെ ആ ശ്ലോകം നോക്കിയാലും എന്താണ് പറയുന്നത്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർ. എവിടെയെല്ലാം യോഗേശ്വരനായിട്ടുള്ള ആ കൃഷ്ണനുണ്ടോ, എവിടെയെല്ലാം ആ വില്ലാളി വീരനായിട്ടുള്ള അർജുനുണ്ടോ, അവിടെ വിജയം തീർച്ചയായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ മാത്രം പോരാ,
ഭഗവാന്റെ സാങ്ഷൻ, ഭഗവാന്റെ ആ ശക്തിയും കൂടിയും ഭഗവാന്റെ അനുഗ്രഹം കൂടി നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ വിജയം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വിജയം കൈവരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കുന്തി മഹാറാണി ചുരുക്കത്തിൽ പറയുന്നത് ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മള് എ ബിഗ് സീറോ ആണ്. ഭഗവാനാണ് നമുക്ക് നമ്മുടെ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം, കീർത്തിയും യശസ്സും എല്ലാം നമുക്ക് തരുന്നത്. പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത് ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ അല്ലേ. ആ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയുമ്പോൾ അതായത് ഞാൻ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള ആ ഒരു ചിന്താഗതി. അപ്പോൾ പ്രഭുപാദ് പല സമയത്തും അങ്ങനത്തെ ആൾക്കാരെ, സയന്റിസ്റ്റിനെ, അങ്ങനെ വാദിക്കുന്ന ആൾക്കാരെ വെല്ലുവിളിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ സെൽഫ് മെയ്ഡ് മാൻ ആണെങ്കിൽ, നിങ്ങൾക്ക് വേറെ ആരെയും ആശ്രയിക്കാൻ ഇല്ലെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് ഒരു 2 മിനിറ്റ് ബ്രീതിങ് എന്ന് നിർത്തിക്കൂടാ? ഈ ബ്രീതിങ് നമ്മൾ ശ്വസിക്കുന്നില്ലേ, അത് എന്തുകൊണ്ട് ഒരു 2 മിനിറ്റ് നിർത്തിക്കൂടാ? നിങ്ങൾ സെൽഫ് മെയ്ഡ് മാൻ ആണ്, നിങ്ങൾക്ക് എന്തിനും സാധിക്കും, ഒരാളുടെയും ഒരു ആശ്രയം വേണ്ട എന്ന് വന്നാൽ 1 മിനിറ്റ് 2 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ശ്വാസത്തിനെ അടക്കി പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. മൂന്നാമത്തെ 4ാമത്തെ നിലയിൽ നിന്ന് നിങ്ങൾക്ക് ചാടിയിട്ട് ആ ഗ്രാവിറ്റി, എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമ്മളുടെ അഹങ്കാരം മാത്രമാണ്. നമ്മൾ സെൽഫ് മെയ്ഡ് മാൻ അല്ല. നമ്മൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ചില സമയത്ത് പ്രഭുപാദയോട് റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചോദിക്കും, സ്വാമിജി ക്യാൻ യു സീ ഗോഡ്? അപ്പോൾ പ്രഭുപാദ പറയും, ആ ചോദ്യം തന്നെ തെറ്റാണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീക്ഷിച്ചാൽ, നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ അനലൈസ് ചെയ്താൽ, ചുറ്റും നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പ്രകൃതിയിൽ ഭഗവാന്റെ പ്രസൻസ്, ഭഗവാന്റെ ആ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഒരു ഓറഞ്ച് എന്തോ കൊടുത്തു പ്രഭുപാദയ്ക്ക്. ആ ഓറഞ്ച് തൊലി കളഞ്ഞ് നോക്കിയപ്പോൾ അതിലെല്ലാം അല്ലിയായിട്ട് ഉണ്ട്. ഭഗവാൻ എത്ര നന്നായിട്ട് നമുക്ക് അത് മുറിക്കും കൂടി വേണ്ട, അത് അല്ലിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ അത് അല്ലിയായിട്ട് വെച്ചിട്ടുണ്ട്. അതല്ല, അതിൻ്റെ തൊലി എത്ര ഭദ്രമായിട്ടാണ് അതിനെ കവർ ചെയ്തിരിക്കുന്നത്, ബയോഡിഗ്രേഡബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ഓരോ കാര്യത്തിലും നമുക്ക് വായു, വെളിച്ചം, മഴ, വെള്ളം ഇതെല്ലാം തരുന്നു. ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ എല്ലാം പിന്നിലെ, ഈ പ്രകൃതിയുടെ പിന്നിലെ ഭഗവാൻ കൃഷ്ണന്റെ, ഭഗവാന്റെ, ഈശ്വരന്റെ ശക്തിയാണ്. ഒരു ക്രിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ ക്രിയേറ്റർ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും. അപ്പൊ ആ ചോദ്യം തന്നെ, ഭഗവാൻ ഉണ്ടോ, ഭഗവാനെ കാണാൻ പറ്റുമോ? ഭഗവാനെ നമുക്ക് പ്രത്യക്ഷ രൂപത്തിൽ കാണാനുള്ള യോഗ്യത ഇല്ല. ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ പറ്റും അല്ലേ. പക്ഷെ ഭഗവാനെ കാണാനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ ഫേസ് ടു ഫേസും കാണാൻ പറ്റും. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറയുന്നുണ്ട്, ഡോണ്ട് ട്രൈ ടു സീ ഗോഡ്, ട്രൈ ടു ഡു ആക്ടിവിറ്റീസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഗോഡ് സീസ് യു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ചലഞ്ച് ചെയ്യല്ല, ഭഗവാൻ ഇല്ല, ഭഗവാൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ. ഓക്കെ, എങ്ങനെ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരും? അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? നമുക്ക് ആ യോഗ്യത ഇല്ല. ആ യോഗ്യത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളുടെ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഭഗവാനെ കാണാൻ പറ്റും. അപ്പോൾ ആ തലത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യന്റിനെ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. അതിന് 4 കൊല്ലം MBBS കഴിക്കണം, പിന്നെ അതിന് MD ആവണം, പിന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. എന്നാൽ മാത്രമേ സർജറി ടേബിളിൽ ഓരോ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഒന്നും അറിയാതെ ഒരു ആൾക്ക് ഒരു സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് യോഗ്യത. അതേപോലെ ഭഗവാൻ എന്ന് പറഞ്ഞ സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദമായിട്ടുള്ള ആ ഭഗവാനെ നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഭഗവാന്റെ ആ പേഴ്സണൽ രൂപം കാണുന്നെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾ വേണം, അതിനുള്ള പ്യൂരിഫിക്കേഷൻ നമുക്ക് വേണം. പക്ഷെ ആ ഭഗവാനെ കാണാനുള്ള ഒരു ഫെസിലിറ്റി ഭഗവാൻ തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് ക്ഷേത്രത്തിലെ അർച്ചവിഗ്രഹങ്ങൾ. ആ ക്ഷേത്രത്തിലെ അർച്ചവിഗ്രഹത്തിലെ ഭഗവാൻ, അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ ആ അർച്ചവിഗ്രഹത്തിനെ നമ്മൾ ആരാധിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ ആയിട്ട് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. ആ അർച്ചവിഗ്രഹത്തിൽ തന്നെ ഭക്തന്മാരോട് ഒരുപാട് ആദാൻ പ്രദാൻ, റെസിപ്രോക്കൽ ഡീലിംഗ് ചെയ്യുന്നുണ്ട് ഭഗവാൻ അല്ലേ. എത്രയോ സ്റ്റോറികളുണ്ട്. ശുദ്ധ ഭക്തന്മാരും ഭഗവാനും തമ്മിലുള്ള ആ സംഭാഷണം.
ഒരുപാട് നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഭഗവാനുണ്ട്, ഭഗവാന്റെ ശക്തിയുണ്ട്, ഭഗവാന്റെ ശക്തി ഇല്ലാതെ, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്ക് ഒന്നും ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് കൃഷ്ണ or the Supreme Personality of Godhead who is helping us to do anything and everything. Without his empowerment, we cannot do anything. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ശക്തി ഇല്ലാണ്ട്, ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റില്ല. അതിന് അന്ന് അർജുനനും കുന്തി മഹാറാണിക്കും ദ്രൗപദിക്കും പഞ്ചപാണ്ഡവന്മാർക്കും എല്ലാവർക്കും ഭഗവാൻ പേഴ്സണലായിട്ട് അസോസിയേഷൻ കൊടുത്തു. പക്ഷെ നമുക്ക് ഭഗവാൻ എങ്ങനെ നമുക്ക് അസോസിയേഷൻ തരുന്നു? കലികാലെ നാമരൂപേ കൃഷ്ണാവതാരം. ഭാഗവത രൂപത്തിൽ വന്നിട്ടുണ്ട്, നാമരൂപത്തിൽ വന്നിട്ടുണ്ട്. ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട്ടുപോയപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാൻഡോലിനെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ ശ്രീമദ് ഭാഗവത രൂപത്തിൽ അവതരിച്ചു. അപ്പൊ ഭഗവാന്റെ ബുക്ക് അവതാരമാണ്, സുഹിത അവതാരമാണ് ശ്രീമദ് ഭാഗവതം. നാമാവതാരത്തിലുണ്ട്. ഭഗവാൻ സ്വയം ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ ഒറ്റയ്ക്ക്, അതായത് നമ്മുടെ സ്വന്തം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഭഗവാന്റെ ആശ്രയത്തോടുകൂടി ഭഗവാനെ സമർപ്പണം ചെയ്തിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്, അല്ലയോ കൃഷ്ണ, അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഞങ്ങളുടെ പേരും പ്രശസ്തിയും പാണ്ഡവന്മാരുടെ ആ കീർത്തി, അത്രയും കീർത്തി യശസ്സുള്ള ആൾക്കാരാണ് പാണ്ഡവന്മാർ. അവരുടെ കീർത്തി അതെല്ലാം പോവില്ലേ, നശിക്കില്ലേ എന്നാണ് പറഞ്ഞ് ഇവിടെ ഭഗവാനെ സ്തുതിക്കുകയാണ്. അതായത് ഭഗവാന്റെ ആ മഹത്വം ഇവിടെ അറിയിക്കുകയാണ്. ഭഗവാൻ ഇല്ലാണ്ട് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. സോ കുന്തി ദേവി ഈസ് ക്വൈറ്റ് അവെയർ that the existence of the Pandavas is due to Sri Krishna only. അപ്പോൾ അവരുടെ അസ്തിത്വം, അതായത് പാണ്ഡവന്മാരുടെ അസ്തിത്വം തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. അവരുടെ കീർത്തി, അവരുടെ യശസ്, അവർ ചെയ്യാൻ അവരുടെ ശക്തി, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ആരാ കൊടുക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ അല്ലേ. സോ എൻ്റെ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ കൈ ഉയർത്തണമെങ്കിൽ ഭഗവാന്റെ സാങ്ഷൻ വേണം അല്ലേ. ഭഗവാൻ സാങ്ഷൻ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഈ കൈ ഉയർത്താൻ പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. അപ്പോൾ ഭഗവാനാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ പറയും ഭഗവാൻ ഇല്ല എന്ന് പറയും. പ്രകൃതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇതെല്ലാം നമ്മൾ വീക്ഷിച്ചാൽ ഭഗവാന്റെ പ്രസൻസ്, ഭഗവാന്റെ അസാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. സോ ദ പാണ്ഡവാസ് ആർ അൺഡൗട്ടഡ്ലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നെയിം ആൻഡ് ഫെയിം ആൻഡ് ആർ ഗൈഡഡ് ബൈ ദ ഗ്രേറ്റ് കിങ് യുധിഷ്ഠിര, who is morality personified, and the Yadus are undoubtedly great allies. But without the guidance of Lord Sri Krishna, all of them are non-entities, as much as the senses of the body are useless without the guidance of consciousness. അപ്പോൾ ഭഗവാന്റെ ശക്തി ഇല്ലാണ്ട്, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട്, ഭഗവാന്റെ ആ സാങ്ഷൻ ഇല്ലാണ്ട് പാണ്ഡവന്മാരും അതേപോലെ യദുവംശത്തിലെ എല്ലാവരും എങ്ങനെയാണ്? As much as the senses of the body are useless without the guidance of consciousness. നമ്മളിൽ സെൻസസ് ഉണ്ട്, ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുണ്ട്. പക്ഷെ നമ്മളുടെ ശരീരത്തിൽ കോൺഷ്യസ്നെസ് ഇല്ല. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ അഭാവം. ആത്മാവ് ശരീരം വിട്ടുപോയി. പിന്നെ ഈ തലയും കൈയും കാലും കണ്ണും മൂക്കൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം അല്ലേ? ഒരു കാര്യമില്ല. അപ്പൊ അതേപോലെ ഭഗവാന്റെ ആ പ്രഭാവത്തിലാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. എല്ലാവരും നമ്മളെല്ലാവരും. So no one should be proud of his prestige, power and fame without being guided by the favor of the Supreme Lord. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഇത് ഞാൻ കാരണമാണ്, I am the doer. ഞാൻ കാരണമാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ അഹങ്കരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനില്ലായിരുന്നെങ്കിൽ നോക്കണമായിരുന്നു അവൻ്റെ അവസ്ഥ. ഞാൻ കാരണമാണ് അവന് ജോലി കിട്ടിയത്, ഞാൻ കാരണമാണ് എന്നെ സംഭവിച്ചത്. അപ്പോഴും നമ്മൾ മറക്കുന്നു ഈ ഞാൻ എന്ന ആ വ്യക്തിയുടെ പിന്നാലെ ഒരു സാങ്ഷൻ ഉണ്ട്. നമ്മളെ ഒരു നിമിത്തം മാത്രമാണ്. എങ്ങനെ അർജുനനെ ഈ യുദ്ധത്തിൽ ഭഗവാൻ ഒരു നിമിത്തം മാത്രമാക്കി, ഒരു ഉപകരണമാക്കി, അതേപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ നമ്മളെ ഉപകരിക്കുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ അതല്ലാതെ ഞാനാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ, സർവകാരണം ഞാനാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അഹംഭാവം.
ബ്രഹ്മാവ് പറയുന്നില്ലേ, സർവകാരണ കാരണം ആരാണ്? ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഈശ്വര പരമാകൃഷ്ണ, പരമേശ്വരൻ കൃഷ്ണനാണ്. അദ്ദേഹമാണ് സർവകാരണ കാരണം, നമ്മളല്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയാൻ, ഒരു ഇമ്മീഡിയറ്റ് ഡുവർ ഉണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ഡുവർ ഉണ്ട്, ആൻഡ് ഒരു ഫൈനൽ ഡുവർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ നമ്മൾ അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അതാണ് ഇമ്മീഡിയറ്റ്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കണമെങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഒരു കാറ് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നിട്ടോ ഞാൻ അതിന് പ്രയത്നിക്കുന്നു, അല്ലേ? പിന്നെ അതിന് ഒരു ഇന്റർമീഡിയറ്റ്, ഒരു സാഹചര്യം, 3 modes ഓഫ് മെറ്റീരിയൽ നേച്ചർ, സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അവസരം ഉണ്ടാവണം എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു, മറ്റേ സ്ഥലത്തെ എത്തിക്കുന്ന കാറിൽ പോവാണ് അല്ലെങ്കിൽ ബസ്സിൽ പോവാണ്. ഉടനെ ഞാൻ അറിയുന്ന ഒന്ന് സ്ട്രൈക്കാണ്, എനിക്ക് പോകാൻ പറ്റും? ഓൾ ഇന്ത്യ സ്ട്രൈക്കാണ്. അപ്പം ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് പോകാൻ പറ്റില്ല. കാറും ബസ്സും ഒന്നും, ആൾക്കാരൊന്നും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ അഥവാ അതൊന്നുമില്ല, വിഘ്നങ്ങളൊന്നുമില്ല, ഓക്കെ, ഞാൻ പുറപ്പെട്ടു, ഒരു സ്ട്രൈക്കും ഇല്ല. പക്ഷേ ഫൈനലി ഭഗവാന്റെ ആ കടാക്ഷമില്ലെങ്കിൽ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച സ്ഥാനത്തില്ല. അപ്പോഴേക്കും പെരുമഴയോ കൊടുങ്കാറ്റോ എന്തെങ്കിലും വരെ എനിക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ഭഗവാന്റെ ഫേവർ, ഭഗവാന്റെ സാങ്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ലിവിങ് ബീങ്സ് ആർ ഓൾവേസ് ഡിപ്പെൻഡന്റ്. നമ്മൾ ആശ്രയിക്കുന്നു ഭഗവാനെ. ആൻഡ് ദ അൾട്ടിമേറ്റ് ഡിപ്പെൻഡബിൾ ഒബ്ജക്ട് ഈസ് ദ ലോർഡ് ഹിംസെൽഫ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഭഗവാനെ മാത്രം, വേറെ ആരെയല്ല. മറ്റതൊക്കെ ഇന്റർമീഡിയറ്റ് ആണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡുവർ ആണ്. സോ അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ സാങ്ഷൻ ഉണ്ടെങ്കിലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. സോ വി മേ therefore invent by our advancement of material knowledge all sorts of counteracting material resources, but without being guided by the Lord, all such inventions end in fiasco, however strong and stout the reactionary elements may be. അപ്പോൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ്മെന്റ്, സോ കോൾഡ് അഡ്വാൻസ്മെന്റ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഒക്കെ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇതെല്ലാം ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. നമ്മൾ ഒരുപാട് ഇൻവെൻഷൻ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഫെയിൽ ആവും, എത്ര തന്നെ സ്ട്രോങ് ആയാലും ശരി. അതാണ് ഭഗവാൻ ഇവിടെ പ്രഭുപാദ ഈ പർപ്പോട്ടിൽ പറയുന്നത്. അടുത്ത ശ്ലോകം, ടെക്സ്റ്റ് 39. നേയം സോഭിഷ്യത്തെ തത്ര യഥേദാനിം ഗദാധരാ ത്വത്പദേ അൻകിതാ ഭാതി സ്വലക്ഷണാ വിലക്ഷിതൈ. നേയം സോഭിഷ്യത്തെ തത്ര യഥേദാനിം ഗദാധരാ ത്വത്പദേ അൻകിതാ ഭാതി സ്വലക്ഷണാ വിലക്ഷിതൈ. ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതി വാസുദേവായ. നേയം ശോഭിഷ്യതേ തത്ര യഥേദാനിം ഗദാധരാ ത്വത്പദൈരംകിതാ ഭാതി സ്വലക്ഷണ വിലക്ഷിതൈ. വർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ഗദാധര കൃഷ്ണ, ഞങ്ങളുടെ രാജ്യം ഇപ്പോൾ അങ്ങയുടെ പാദമുദ്രണത്താൽ മനോഹരമായി ദൃശ്യമാകുന്നു. എന്നാൽ അങ്ങ് വിടവാങ്ങിയതിൽ പിന്നെ അത് അങ്ങനെ ആയിരിക്കില്ല. ഹരേ കൃഷ്ണ പ്രഭു. O Gadadhara, Krishna, our kingdom is now being marked by the impressions of your feet, and therefore it appears beautiful. But when you leave, it will no longer be so. അപ്പോൾ കുന്തി മഹാറാണി എന്താണ് പറയുന്നത്? ഓ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, നമ്മുടെ രാജ്യം അങ്ങയുടെ പാദചിഹ്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അങ്ങയുടെ ആ പാദചിഹ്നങ്ങളുടെ ഇംപ്രഷൻസ് ഉണ്ട്. അതായത് വൃന്ദാവനത്തിലും ദ്വാരകയിലും ഹസ്തിനപുരിലും ഒക്കെ ഭഗവാൻ ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ഭഗവാന്റെ പാദചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ രാജ്യം ഇത്രയും നമ്മുടെ വളരെ ബ്യൂട്ടിഫുൾ ആയി മനോഹരമായിട്ടുള്ള രാജ്യം അതുപോലെ ആയിരിക്കില്ല ഭഗവാൻ പോയി കഴിഞ്ഞാൽ എന്നുള്ള വിഷമമാണ് ഇവിടെ കുന്തി മഹാറാണി കൃഷ്ണനോട് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് പർപ്പോട്ടിൽ. There are certain particular marks on the feet of the Lord which distinguish the Lord from others. ഭഗവാന്റെ പാദങ്ങളിൽ
32 ചിഹ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ കാലിലും ഓരോ പാദത്തിലും 16 ചിഹ്നങ്ങൾ. അതിലത്തെ ചില ചിഹ്നങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The marks of a flag, thunderbolt, an instrument to drive an elephant, umbrella, lotus disc, etc. on the bottom of the Lord's feet. നമ്മളുടെ പാദങ്ങളുടെ ഒന്നും കാണില്ല, നമ്മളെല്ലാം സാധാരണ വ്യക്തികളാണ്. ഭഗവാന്റെ പാദങ്ങളുടെ ഇതെല്ലാം ഉണ്ട്, 32 ഉണ്ട്. ഓരോ പാദത്തിലും 16 ചിഹ്നങ്ങളുണ്ട്. ഈവൻ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ പാദങ്ങളിൽ ചില ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും, കയ്യിലും അതേപോലെ. അപ്പോൾ ഇത് ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും കാലങ്ങളിലെ ചില അടയാളങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ ആ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പാദങ്ങളുടെ ചിഹ്നം എല്ലാ സ്ഥലത്തും പതിഞ്ഞിട്ടുണ്ട് രാജ്യത്തിൽ. ഇത് ഭഗവാൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വൃന്ദാവനത്തില് ഭഗവാന്റെ എല്ലാ സ്ഥലത്തും ഭഗവാന്റെ പാദചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ കാണുമ്പോൾ ഗോപികമാരും ഗോപന്മാരും അതിലെ ചവിട്ടില്ല, അത് മാറിയിട്ട് നടക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും ഓരോ കണത്തിലുണ്ടായിരിക്കും ഭഗവാന്റെ ഇത്. അപ്പോ അത്രയും എന്താണ്, എന്തായാലും ഭഗവാനാണെന്ന് വൃന്ദാവനവാസികൾക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ആ ഭഗവത്വം ഭഗവാനും അറിയുന്നില്ല, തൻ്റെ ഭക്തന്മാരായത് വ്രജവാസികളും അറിയുന്നില്ല. എങ്കിലും ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടം, ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഭഗവാനും ഭഗവാന്റെ വ്രജവാസികളും തമ്മിലുള്ള ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് പല തരത്തിലാണ്, പല മെല്ലോസിലാണ്, പല രസത്തിലാണ്. ഭാഗവത്തിൽ പറയുന്നുണ്ട്, അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ വ്രജോകശം യന്മിത്രം പരമാനന്ദം പൂർണ്ണ ബ്രഹ്മ സനാതനം. അഹോഭാഗ്യം അഹോഭാഗ്യം, എത്ര ഭാഗ്യവന്മാരാണ് ആര്? വ്രജവാസികള്. അത് തൻ്റെ മിത്രമായിട്ട് ഈ വൃന്ദാവനത്തില് ഉല്ലസിച്ച് നടക്കുകയാണ് ഭഗവാൻ. യന്മിത്രം പരമാനന്ദം പൂർണ്ണ ബ്രഹ്മ സനാതനം. പൂർണ്ണ ബ്രഹ്മനായിട്ടുള്ള സനാതനമായിട്ടുള്ള സച്ചിദാനന്ദമായിട്ടുള്ള പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ വൃന്ദാവനത്തിലെ മറ്റുള്ള ഗോപന്മാരുടെ കൂടെ കളിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. എത്ര ഭാഗ്യവന്മാരാണ്. അപ്പോൾ ആ ഭഗവാന്റെ പാദം സ്പർശിച്ചിട്ടുള്ള ആ സ്ഥലം, അതുകൊണ്ടാണ് ധാമം എന്ന് പറഞ്ഞാൽ ധാമത്തില് എല്ലാം വേർഷിപ്പബിൾ ആണ്. ധാമത്തില് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിലെ ഡേറ്റീസിനെ വർഷിപ്പ് ഇത് വരുന്നു. ഏറിക്കഴിഞ്ഞാൽ അവിടെ ആൽമരം ഉണ്ടാവും, അതിനൊന്നും പറ്റും, അല്ലെങ്കിൽ തുളസി ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ പശു, അതിനൊക്കെ. പക്ഷെ ധാമം എന്ന് പറഞ്ഞാൽ എല്ലാം വർഷിപ്പബിൾ ആണ്. ധാമിലെ ചെടിയും പിന്നെ പർവ്വതവും കല്ലും മണ്ണും എല്ലാം വർഷിപ്പബിൾ ആണ്. കാരണം ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലമാണ്. അപ്പോ ഈ ഭഗവാന്റെ ആ ചിഹ്നം അത്രയും വളരെ വളരെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതെല്ലാം പോവില്ലേ, ഞങ്ങളുടെ ആ ഭാഗ്യം എല്ലാം പോവില്ലേ എന്നുള്ള വിഷമത്തിലാണ് ആര്? കുന്തി മഹാറാണി. അതുകൊണ്ടാണ് ഭഗവാനോട് അതല്ലെങ്കിൽ കൃഷ്ണനോട് പറയുന്നത് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയാലേ ഞങ്ങൾക്ക് എന്ത് തന്നെ ആപത്ത് വന്നാലും ശരി, അതിൽ നിന്നും നമുക്ക് മറികടക്കാനുള്ള ആ ശക്തി നമുക്ക് ഭഗവാൻ തരും, ഭഗവാൻ കിട്ടും. അപ്പോൾ എത്ര തന്നെ, അതാണല്ലോ ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തില് കുന്തി മഹാറാണി പറഞ്ഞത്. അതായത് വീണ്ടും വീണ്ടും ആ ക്ലേശങ്ങൾ വരട്ടെ, അല്ലാണ്ട് ക്ലേശങ്ങളോട് ആഗ്രഹം ഉണ്ടായിട്ടല്ല. ആ ക്ലേശങ്ങൾ വരുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്ക് എപ്പോൾ ഉണ്ടാവും? ഭഗവാന്റെ ദർശനം എപ്പോൾ ഉണ്ടാവും? അതുകൊണ്ട് ക്ലേശങ്ങളെ നമുക്ക് സഹിക്കാം, എത്ര ക്ലേശങ്ങളും സഹിക്കാം. പക്ഷെ ഭഗവാന്റെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ സംതിങ് റിയലി ഇൻകംപാരബിൾ ആണ് ആ ക്ലേശങ്ങളെ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ക്ലേശങ്ങൾ വന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ഭഗവാന്റെ ആ ദർശനം നമുക്ക് കിട്ടുമല്ലോ, ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ അടുത്തുണ്ടാവുമല്ലോ എന്നാണ് കുന്തി മഹാറാണി പറയുന്നത്. സോ ദീസ് മാർക്സ് ആർ ഇംപ്രസ്ഡ് അപ്പോൺ the soft dust of the land where the Lord traverses. The land of Hastinapura was thus marked while Lord Sri Krishna was there with the Pandavas. And the kingdom of the Pandavas thus flourished by such auspicious signs. Kunti Devi pointed out that these distinguished features and was afraid of ill luck in the absence of the Lord. ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ, ഭഗവാന്റെ അഭാവത്തിൽ എന്താണ് അവർക്ക് ഈ സൗഭാഗ്യം ഉണ്ടാവില്ല, അവരുടെ എന്തായിരിക്കും? ദൗർഭാഗ്യം,
നിർഭാഗ്യമായിരിക്കും. അതുകൊണ്ട് കുന്തി മഹാറാണി ആണ് പ്രാർത്ഥിക്കുന്നത്, അല്ലയോ കൃഷ്ണ, അങ്ങ് ഇവിടുന്ന് വിട്ടുപോകരുതേ, ഞങ്ങളുടെ ഒരേ ഒരു ആശ്രയം അങ്ങുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം എന്ത് തന്നെ ആപത്ത് വന്നാലും ശരി ഇതിനെല്ലാം പിടിച്ചു നിൽക്കാനും ഇതിനെ തരണം ചെയ്യാനുള്ള ആ ശക്തിയും അതിനുള്ള ബലം അങ്ങാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടുന്ന് പോകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് 40. ഇമേ ജനപദാ സ്വർധാ സുഭക്ഷൗഷധി വീരുധാം മനാദ്രീനാദി ഉദൻവന്തോ ഹി ഏധന്തെ തവ വീക്ഷിതൈ. ഇമേ ജനപദാ ശ്വദ്ധാ സുപക്ഷൗ ഔഷധി വീരുധാം മനാദ്രീനാദി ഉദൻവന്തോ ഹി ഏധന്തെ തവ വീക്ഷിതൈ. വായിക്കൂ. ഹരേ കൃഷ്ണ. ഇമേ ജനപദാ ശൃണ്വാ സുഭകൗഷധീ വീരുധാഃ വനാദ്രി നന്ദ്യോ ഖേദ്യന്തേ തവ വീക്ഷിതൈഃ. വിവർത്തനം. സർവനഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാ അർത്ഥത്തിലും സമൃദ്ധമായി തീർന്നിരിക്കുന്നു. എന്തെന്നാൽ ഔഷധികളും ധാന്യങ്ങളും വേണ്ടുവോളം ഇവിടെയുണ്ട്. വൃക്ഷങ്ങൾ ഫലസമൃദ്ധമാണ്, നദികൾ നിറഞ്ഞൊഴുകുന്നു, പർവ്വതങ്ങൾ ധാതു സമ്പുഷ്ടമാണ്, സാഗരങ്ങൾ നിധി ശേഖരങ്ങളാണ്. ഭഗവാനെ, അങ്ങയുടെ കരുണാ കടാക്ഷമാണ് ഈ സമൃദ്ധിക്കെല്ലാം കാരണം. ഹരേ കൃഷ്ണ. All these cities and villages are flourishing in all respects because the herbs and grains. All these cities and villages are flourishing in all respects because the herbs and grains are in abundance. The trees are full of fruits, the rivers are flowing, the hills are full of minerals, and the oceans full of wealth. And this is all due to your glancing over them. വീണ്ടും കുന്തി മഹാറാണി ഭഗവാനെ പ്രശംസിക്കുകയാണ്. എന്താണ്? ഈ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം സമൃദ്ധിയും ഐശ്വര്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാരണം എന്താണ്? ഭഗവാന്റെ പ്രസൻസ് ആണ്, ഭഗവാന്റെ സാന്നിധ്യമാണ്. എന്താണ്? ഹെർബ്സ്, മരുന്നുകള്, ധാന്യങ്ങള് എല്ലാം ഇഷ്ടം പോലെ. ഓക്കെ, വൃക്ഷങ്ങൾ ഫുൾ ഓഫ് ഫ്രൂട്ട്സ്, ഒരുപാട് ഫലങ്ങളുടെ വൃക്ഷങ്ങള്. പിന്നെ നദികള്, ഇന്നത്തെ കാലത്ത് നദികളെല്ലാം വരണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ മഴക്കാലത്ത് മാത്രം കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, പക്ഷെ അന്നത്തെ കാലത്ത് എല്ലാം ഫ്ലോയിങ്, ഇഷ്ടം പോലെ വെള്ളം. ഹിൽസ്, ഹിൽസ് ആർ ഫുൾ ഓഫ് മിനറൽസ്, ഒരുപാട് മിനറൽസ് ഉണ്ട്. പിന്നെ ആൻഡ് ഓഷ്യൻസ് ഫുൾ ഓഫ് വെൽത്ത്. ആൻഡ് ദിസ് ഈസ് ഓൾ ഡ്യൂ ടു യുവർ ഗ്ലാൻസിങ് ഓവർ ദം. അപ്പൊ ഭഗവാന്റെ ഗ്ലാൻസ്, അപ്പൊ ഭഗവാന്റെ ദൃഷ്ടി എവിടെയുണ്ടോ അവിടെ എല്ലാ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഭഗവാൻ കാരണമാണ് നമുക്ക് നമുക്ക് നമ്മുടെ ഈ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതല്ല. ഔഷധം വേണം, ധാന്യങ്ങൾ വേണം, പിന്നെ ഫലം വേണം, ഫ്ലവേഴ്സ് വേണം, അതേപോലെ നദികൾ വേണം, മൗണ്ടൻസ്, മിനറൽസ്, ഇതെല്ലാം നമുക്ക് വേണം. അതെല്ലാം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഭഗവാനാണ് നമുക്ക് നമ്മുടെ ഭഗവാൻ ഇത് തന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇതെല്ലാം അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഭഗവാൻ കനിഞ്ഞ് നമുക്ക് തരുന്നു. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എപ്പോഴാണ് നമുക്ക് തരിക? നമ്മളെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ, നിയമങ്ങൾ കൂടെ ജീവിക്കണം. ഭഗവാന് വിപരീതമായിട്ട്, ഭഗവാൻ നിർദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഭഗവാൻ ഇതൊന്നും അബണ്ടൻസ് ആയിട്ട് തരില്ല. അതാണ് കലികാലത്തില് ഇനി വരാൻ പോകുന്ന സമയത്ത് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മഴ ഉണ്ടായിരിക്കില്ല, ധാന്യങ്ങൾ ഉണ്ടായിരിക്കില്ല, ഒന്നും ഉണ്ടായിരിക്കില്ല. അവസാന കാലത്ത് മനുഷ്യർ അന്യോന്യം ഒന്ന് മനുഷ്യരെ തന്നെ തിന്നാൻ തുടങ്ങുന്ന പറയുന്നു. കാരണം ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരിക്കില്ല, ഗ്രെയിൻസ് ഉണ്ടാവില്ല, വെജിറ്റേഷൻസ് ഉണ്ടായിരിക്കില്ല, ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? മനുഷ്യർ അന്യോന്യം കൊന്നിട്ട് അവരെ തന്നെ ഭക്ഷിക്കേണ്ടി വരുന്ന ഒരു
സമയം വരും കലികാലത്തിന്റെ അവസാനത്തിന്. അപ്പൊ നല്ല രാജാക്കന്മാരുള്ള സമയത്ത്, നല്ല രാജഭരണം ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, ഇതെല്ലാം സുഭിക്ഷമായിട്ട് നമുക്ക് കിട്ടും. നമുക്കറിയാം വേണ രാജാവിന്റെ സമയത്ത് എന്താണ് പറ്റിയത്? ഒന്നും ഒരു ധാന്യം, അതായത് ഭൂമി ദേവി ഒന്നും തല്ലായിരുന്നു. കാരണം അത്രയും അസുരനായിട്ടുള്ള ഒരു രാജാവായിരുന്നു, അല്ലെ? പിന്നെ അതിനുശേഷം പൃഥു മഹാരാജ് വന്നിട്ടാണ് ഭൂമി എല്ലാം തരുന്നത്. അപ്പൊ ആ വേണ എല്ലാ വേദിക് റിച്വൽസും നിർത്തിവെച്ചു. ഒരു യജ്ഞങ്ങളും ഒരു കർമ്മങ്ങളും ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ബ്രാഹ്മണന്മാരെല്ലാം കൊന്നൊടുക്കി. അപ്പൊ എല്ലാം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത്. ഭഗവാനില്ല. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ സമയത്ത് എന്താണ്, നമുക്ക് ഭൂമി ഒന്നും തരില്ല. ഇപ്പോ നല്ല രാജാക്കന്മാരാണെങ്കിൽ ഭൂമി. അതേപോലെ പരശുരാമൻ 21 ജനറേഷൻ ക്ഷത്രിയന്മാരാണ് കൊന്നൊടുക്കിയത്. കാരണം എല്ലാം അവർ അസുര രാജാക്കന്മാരായിരുന്നു. ക്ഷത്രിയന്മാരാണെങ്കിലും കൂടിയിട്ട് അവർ അസുരവൃത്തി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള രാജഭരണ സമയത്ത് നമുക്ക് എല്ലാറ്റിനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് സമൃദ്ധി, ഐശ്വര്യം, സുഭിക്ഷമായിട്ട് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രാജഭരണമാണ്. എവിടെ നല്ല രാജാവുണ്ടോ ആ രാജാവ് പ്രജകളെ നേരെ മാർഗത്തില് സ്പിരിച്വലി അവർ നയിക്കും. അപ്പോ രാജ്യത്തിൽ എല്ലാ സമൃദ്ധിയും ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് എന്താണ്, എല്ലാവർക്കും അവരുടെ പോക്കറ്റ് നിറയണം. സെൽഫിഷ് ഇൻട്രസ്റ്റ്, ഓക്കെ, സ്വാർത്ഥ താല്പര്യം മാത്രം. അവനോൻ നന്നാവണം, അവനോൻ സുഖിച്ച് ജീവിക്കണം, മറ്റുള്ളവർ എങ്ങനെയായാലും ഇല്ല. അതാണ് ഇന്നത്തെ കലികാലത്തിലത്തെ ആ വൈഭവമാണ്. രാജാക്കന്മാർ നല്ല രാജാക്കന്മാരില്ലെങ്കിൽ, മുമ്പത്തെ കാലത്ത് പറഞ്ഞ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്. ഭഗവാന്റെ പ്രതിനിധികളാണ് രാജാക്കന്മാർ. അപ്പൊ ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രകാരം തന്നെയാണ് അവർ രാജ്യം ഭരിക്കുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് രാമരാജ്യം എന്ന് പറയുന്നത്. രാമരാജ്യത്ത് എല്ലാ സമൃദ്ധിയും ഉണ്ടായിരുന്നു, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ രാജ്യഭരണം ഉണ്ടായിരുന്നു. അതായത് രാമരാജ്യം ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ തൻ്റെ മകൻ മരിച്ചപ്പോ രാമന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്തു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ മരിക്കുക എന്ന് പറഞ്ഞത്, അതായത് അങ്ങയുടെ ഭരണത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അർത്ഥം. അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മകൻ മരിക്കുന്ന പറഞ്ഞാൽ എന്തോ ഒരു അബ്നോർമാലിറ്റി, അല്ലേ? അബ്നോർമലാണത്. അപ്പൊ അത് അവിടെ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെയും കൂടി സംഭവിക്കില്ല. അതാണ് ശരിക്കുള്ള ഒരു രാജഭരണം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ സമയത്ത്, അതായത് എല്ലാം ഫ്ലറിഷിംഗ് ആയിരുന്നു. അവിടെ നല്ല ഹെർബ്സ്, ഔഷധങ്ങളുണ്ടായിരുന്നു, ഗ്രെയിൻസ് ഉണ്ടായിരുന്നു, വൃക്ഷങ്ങളുണ്ടായിരുന്നു, ഫലങ്ങളുണ്ടായിരുന്നു, എല്ലാം മിനറൽസ് എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് എന്താണ്, ഭഗവാന്റെ ദൃഷ്ടി കാരണം, ഭഗവാന്റെ ആ ഗ്ലാൻസ് കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സോ ഹ്യൂമൻ പ്രോസ്പെരിറ്റി ഫ്ലറിഷസ് ബൈ നാച്ചുറൽ ഗിഫ്റ്റ്സ് ആൻഡ് നോട്ട് ബൈ ജൈജാന്റിക് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ്. പ്രഭാത എപ്പോഴും ഇതിന് എഗൻസ്റ്റ് ആണ്. അതായത് നമ്മളുടെ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രോസ്പെരിറ്റി എന്താണ്, ഗോരക്ഷ, കൃഷി, വാണിജ്യം, ഇത് മൂന്നാണ് മെയിനായിട്ട്. നമുക്ക് നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വൈശ്യന്മാരുടെ ഇതാണ്, ഓക്യുപ്പേഷനാണ്. എന്താണ്, ഗോരക്ഷ, ഗോക്കളെ, പശുക്കളെ രക്ഷിക്കുക. പശുക്കൾ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, അല്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷ്യസ് ഫുഡും, അതായത് പാല് കിട്ടുന്നുണ്ട്, തൈര് കിട്ടുന്നുണ്ട്, നെയ്യ് കിട്ടുന്നുണ്ട്, വെണ്ണ കിട്ടുന്നുണ്ട്, പശുവിൻ്റെ ചാണകം, യൂറിൻ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ പശു നാച്ചുറലായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഈവൺ അതിൻ്റെ സ്കിന്നും ഉപയോഗിക്കുന്നു, എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഗോരക്ഷ, ഗോക്കളെ രക്ഷിക്കണം, സംരക്ഷിക്കണം. കൃഷി, അഗ്രികൾച്ചർ, വാണിജ്യം, ട്രേഡ്, ഇതാണ് വൈശ്യന്മാരുടെ. അപ്പോൾ ഇതാണ്, അല്ലാണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ല. കുറേ ഫാക്ടറി ഉണ്ടാക്കിയാൽ താൽക്കാലികമായിട്ട് നമുക്ക് ചില കംഫർട്ടും കാര്യങ്ങളും കിട്ടുമായിരിക്കാം, പക്ഷെ പെർമനന്റ് ആയിട്ട് ആ ഫാക്ടറി നമുക്ക് തന്നെ വിനയമായിട്ട് മാറും. നമുക്ക് തന്നെ അത് ഡിസ്റ്റർബൻസ് ആയിരിക്കും, പ്രശ്നമായിരിക്കും. ഇമ്മീഡിയറ്റ് ചില കംഫർട്ടും ബെനിഫിറ്റ്സും ഫെസിലിറ്റീസും എല്ലാം തരും. പക്ഷേ ഈ ഫാക്ടറി ഉണ്ടാവണമെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കാര്യങ്ങളെല്ലാം ലഭിക്കണം. പ്രകൃതി ഈ വേണ്ടുന്ന മിനറൽസോ അല്ലോ അതേപോലുള്ള മറ്റുള്ള കാര്യങ്ങളും ഒന്നും തരുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രി കൊണ്ട് നടത്താൻ പറ്റില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ല വേണ്ടത്, നമുക്ക് നേച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്. പ്രകൃതി എന്താണ് നമുക്ക്
കനിഞ്ഞ് തരുന്നത് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അതാണ് വേണ്ടത്. അതാണ് പ്രവാദം എപ്പോഴും നമ്മളോട് പറയുന്നത്. ഹ്യൂമൻ പ്രോസ്പെരിറ്റി ഫ്ലറിഷസ് ബൈ നാച്ചുറൽ ഗിഫ്റ്റ്സ് ആൻഡ് നോട്ട് ബൈ ജൈജാൻറ്റിക് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ്. ഒരുപാട് ഫാക്ടറികൾ വരുന്നു. പിന്നെ ഇപ്പോൾ എന്താണ് പശു, അതായത് ഗോരക്ഷ എന്ന് പറയുന്നാൽ അവിടെ എവിടെയില്ല, എല്ലാ ദിക്കിലും എന്താണ് സ്ലോട്ടറിങ് ഹൗസസ്, ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ, കണ്ടിന്യൂസ്ലി ഇതിനെ സ്ലോട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നമ്മളെല്ലാവരും ബാധിക്കും, നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. നമ്മൾക്ക് കർമ്മഫലം അതിൻ്റെ എല്ലാം ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നമ്മൾ ഡയറക്റ്റ്ലി ഇൻവോൾവ്മെന്റ് അല്ലെങ്കിലും കൂടിയിട്ട് ഇൻഡയറക്ട്ലി വി ആർ പാർട്ട് ഓഫ് ദാറ്റ് ആ ചെയിൻ, ആ മാസ് കാർമിക് റിയാക്ഷൻ്റെ നമ്മൾ പാർട്ടാണ്. വി ഹാവ് ടു പാർട്ടേക്ക് സം പോർഷൻ ഓഫ് ദ സിൻഫുൾ റിയാക്ഷൻ ഈവൻ ദോ വി ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്. നമ്മൾ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തില്ലെങ്കിൽ കൂടിയിട്ട് ഈ പാപകർമ്മങ്ങളുടെ ഒരു വിഹിതം നമ്മളെല്ലാവരും എടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ മൗനം പാലിക്കുന്നതും ഇതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എന്റർപ്രൈസേഴ്സിനാണ്, ഇങ്ങനത്തെ എന്റർപ്രൈനേഴ്സിനാണ് നമ്മൾ ഒന്നും മിണ്ടാതെ നമ്മളെ സമ്മതം മൂടുന്ന പോലെ നോക്കി നിൽക്കുന്നത്. അവരുടെ പണമാണ് നമ്മൾ പറ്റുന്നത്, ശമ്പളമായിട്ടും മറ്റും. അതായത് 4 പ്രിൻസിപ്പിൾസും ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർ, 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അപ്പം അവരുടെ സ്ഥാപനത്തിലാണ് നമ്മളെല്ലാം ജോലി ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഡയറക്റ്റ്ലി അതിനൊന്നും ഇൻവോൾവ് ഇല്ല എങ്കിലും കൂടിയും അവരുടെ ശമ്പളം പറ്റി ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ഇൻഡയറക്ട്ലി വി ഹാവ് ടു പാർട്ടേക്ക് ദാറ്റ്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഒരേ ഒരു രക്ഷയുള്ളൂ, ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. നമ്മൾ കലികാലത്താണ് ജീവിക്കുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ പലതും നമുക്ക് കൺട്രോൾ ബിയോണ്ട് അവർ കൺട്രോളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു സംരക്ഷണമില്ലാണ്ട്, ഭഗവാന്റെ അനുഗ്രഹമില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ഒഴിഞ്ഞു മാറിയാലും ശരി, നമ്മളെ എങ്ങനെയെങ്കിലും ആ കുരുക്കിൽ പെടും. അതുകൊണ്ട് ഭഗവാനെ സേവിക്കുക, ഭഗവാനെ ആശ്രയിക്കുക, പൂർണ്ണമായിട്ടും സമർപ്പണ ഭാവത്തോടെ ഭഗവാനെ സേവിച്ചാൽ ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ചെറിയ ചെറിയ നമ്മൾ അറിയാത്ത ചില പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് മുക്തി കിട്ടും. So the gigantic industrial enterprises are products of a godless civilization and they cause the destruction of the noble aims of human life. എന്താണ് നോബിൾ എയിം? നമ്മുടെ എയിം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് നമ്മുടെ ലക്ഷ്യം? ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിക്കുക. യെസ്, ഭഗവത് സേവനം, ഭഗവാന്റെ ലോകത്തിലേക്ക് പോവുക, നമ്മുടെ ആധ്യാത്മിക ലോകത്തിലേക്ക് പോവുക, സെൽഫ് റിയലൈസേഷൻ, ഈശ്വര സാക്ഷാത്കാരം അല്ലേ. ഇതെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം. ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. അല്ലാണ്ട് ഇന്ദ്രിയ ഭോഗം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. മനുഷ്യ ജന്മം വളരെ വിരളമായി കിട്ടുന്ന ജന്മമാണ്. ദുർലഭം മാനുഷ്യം ജന്മ അല്ലെ. അപ്പോൾ ഈ ദുർലഭമായിട്ടുള്ള ആ മനുഷ്യജന്മം നമ്മൾ ശരിക്കും വിനിയോഗിക്കണം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാൻ ഉള്ള ആ ശ്രമം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടേ ഇരിക്കും. അതാണ്. സോ the more we go on increasing such troublesome industries to squeeze out the vital energy of the human being, the more there will be unrest and dissatisfaction of the people in general. Although if you only can live lavishly by exploitation. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനെ നമ്മൾ വാട്ട് യു കോൾ എൻകറേജ് ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ജീവിക്കേണ്ടി വരും. വളരെ കുറച്ച് ആൾക്കാരാണ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവർ ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റും. എങ്കിലും എത്ര തന്നെ ലാവിഷായിട്ട് ജീവിച്ചാലും ശരി, അവർക്ക് ഈ 3 ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കാരണം നമ്മൾ ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത്. ഈ 4 പ്രോബ്ലംസും അവർക്ക് ഫേസ് ചെയ്യണം. പ്ലസ് ത്രിവിധ ക്ലേശങ്ങൾ, ജന്മം, മൃത്യു, ജരാവ്യാധി ഒരാൾക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഇതിൽ കൂടെ കടന്നു പോകേണ്ടി വരും. പിന്നെ ആധ്യാത്മിക്, ആദിഭൗതിക്, ആദിദൈവിക്, എല്ലാവർക്കും എത്ര തന്നെ ഐശ്വര്യങ്ങളുണ്ടെങ്കിലും, എത്ര തന്നെ പണം ഉണ്ടെങ്കിലും ശരി, തന്നെ എല്ലാ കംഫർട്ടും എല്ലാ ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിലും ശരി, എല്ലാവർക്കും
ഇത് അവരുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഭവിച്ചേ പറ്റൂ. ജന്മമൃത്യു ജരാവ്യാധി എല്ലാവർക്കും പോകണം. പക്ഷേ ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവിക അവനവന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരും. ചില ആൾക്കാർ എക്സ്പ്ലോയിറ്റേഷൻ വഴി അവർ ലാവിഷ്ലി ജീവിക്കാൻ ശ്രമിക്കും. പക്ഷെ അതും അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. The natural gifts such as grains and vegetables, fruits, rivers, the hills of jewels and minerals, and the seas full of pearls are supplied by the order of Supreme, and as he desires, material nature produces them in abundance of or restricts them at times. അപ്പോൾ നമ്മളുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മളുടെ ആ കർമ്മം അനുസരിച്ചിട്ട് മെറ്റീരിയൽ നേച്ചർ, പ്രകൃതി നമുക്ക് സുലഭമായിട്ട് തരാം, അല്ലെങ്കിൽ അതിനെ റിസ്ട്രിക്റ്റ് ചെയ്യാം. സോ ദ നാച്ചുറൽ ലോ ഈസ് ദാറ്റ് ദ ഹ്യൂമൻ ബീയിങ് may take advantage of these godly gifts by nature and satisfactorily flourish on them without being captivated by the exploitative motive of lording it over material nature. അപ്പോൾ നമ്മൾ അത് സ്വീകരിച്ച്, അത് വേണ്ട പോലെ ഉപയോഗിച്ച്, അത് മറ്റുള്ളവരെ എല്ലാവർക്കും പ്രോപ്പർലി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ, നമ്മൾ അതിൻ്റെ ലോഡല്ല, കൺട്രോളറല്ല, കൺട്രോളർഷിപ്പ് എടുക്കാതെ നമ്മൾ അതിനെ വേണ്ടുന്ന വിധത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് നല്ലത്. The more we attempt to exploit material nature according to our whims of enjoyment, the more we shall become entrapped by the reaction of such exploitative attempts. അപ്പോൾ എത്ര കൂടുതൽ നമ്മൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയും നമ്മൾ അതിൻ്റെ ആ കുരുക്കിൽ പെടുകയാണ്. We are getting entangled in the clutches of the material nature എന്നാണ് പറയുന്നത്. So if we have sufficient grains, fruits, vegetables and herbs, then what is the necessity of running a slaughterhouse and killing poor animals? പ്രവാചകൻ ചോദിക്കുന്നത്, നമുക്ക് ഇഷ്ടം പോലെ സുഭിക്ഷമായിട്ട് ധാന്യങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, ഔഷധങ്ങളുണ്ട്, ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് അനാവശ്യമായിട്ട് പാവങ്ങളായിട്ടുള്ള ഈ മൃഗങ്ങളെ കൊന്ന് തിന്നേണ്ട ആവശ്യം എന്താണ്? സ്ലോട്ടർ ഹൗസസ് വെക്കേണ്ട ആവശ്യം എന്താണ്? എന്തിനാണ് പാവമായിട്ടുള്ള ഈ മൃഗങ്ങളെ കൊല്ലേണ്ട ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. A man need not kill an animal if he has sufficient grains and vegetables to eat. The flow of river waters fertilizes the field. അപ്പോൾ നമുക്ക് നമ്മളുടെ സിവിലൈസേഷൻ എല്ലാം എന്തിനെ ആശ്രയിച്ചിട്ടാണ്? നദികളെ ആശ്രയിച്ചിട്ടാണ് അല്ലേ? അപ്പം നദികളുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടം പോലെ നദികളുണ്ട്, വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും കൂടുതൽ ആവശ്യമില്ല. ഒരുപാട് ഫാക്ടറീസോ ഇൻഡസ്ട്രിയലൈസേഷനോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുണ്ട് റൊട്ടി കപ്പട മക്കാൻ, ഇത്രേ വേണ്ടൂ. അതിനുവേണ്ടി ഇത്ര വലിയ വലിയ ഇൻഡസ്ട്രീസും ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള ലക്ഷറീസമാണ് അല്ലേ? നമ്മളെല്ലാം ഇതിൽ അകപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. കാരണം കാലത്തിൻ്റെ ആ പ്രഭാവം നമ്മളിലുണ്ട്. Minerals are produced in the hills and the jewels in the ocean. If the human civilization has sufficient grains, minerals, jewels, water, milk, etc., then why should it hanker after terrible industrial enterprises at the cost of the labor of some unfortunate men? പ്രഭാത വീണ്ടും അതിന് ഹാമർ ചെയ്യാണ്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, ഒരുപാട് ഫാക്ടറീസ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനുഷ്യജന്മം അത് സാർത്ഥകമാണെങ്കിൽ ആകണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ അനാവശ്യമാണ്. ഇതൊക്കെ unnecessary. We are exploiting mother nature. We are going against the laws of the material nature. What we need therefore is to be obedient to the laws of the Lord and achieve the perfection of human life by devotion. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ഓക്കെ, നമ്മൾ ഭക്തിയുത സേവനം ചെയ്തിട്ട് നമ്മളുടെ ഈ മനുഷ്യ ജീവിതത്തിനെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാം. സോ ദ ഇൻഡിക്കേഷൻസ് ബൈ കുന്തി ദേവി ആർ ജസ്റ്റ് ടു ദ പോയിന്റ്. അതുകൊണ്ടാണ് കുന്തി മഹാറാണി ആ പോയിന്റ്സ് എല്ലാം വളരെ നന്നായിട്ട് ഇവിടെ അവതരിപ്പിച്ചത്. She desires that God's mercy be bestowed upon them so that natural prosperity be maintained by His grace. അപ്പോൾ ഭഗവാന്റെ കൃപ എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുകൊണ്ട് നേച്ചറായിട്ടുള്ള പ്രോസ്പെരിറ്റി, സമൃദ്ധി, ഐശ്വര്യം
അങ്ങയുടെ ആ കടാക്ഷം കൊണ്ട് നമുക്ക് കിട്ടട്ടെ എന്നാണ് കുന്തി മഹാറാണി ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ടെക്സ്റ്റ് 41 അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ലാസ്റ്റ് വീക്കിൽ ഒരു മാതാജി ചോദിച്ചിരുന്നു അനിഹിലേഷൻ പറ്റിയിട്ട്. ആ മാതാജിൻ്റെ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിന് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാമെന്നാണ് പറഞ്ഞത്. 4 വിധത്തിലുള്ള അനിഹിലേഷൻ, യൂണിവേഴ്സൽ അനിഹിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ആരാണ് ചോദ്യം ചോദിച്ച മാതാജി എനിക്കറിയില്ല. ആ മാതാജി ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിലുണ്ടോ? പ്രളയത്തെ പറ്റി, 4 പ്രളയത്തെ പറ്റി എന്തായാലും ഞാൻ ബ്രീഫായിട്ട് പറയാം. ശ്രീമദ് ഭാഗവതത്തിലെ 12ാമത്തെ കാൻറ്റോയിലാണ് ഈ 4 വിധത്തിലുള്ള പ്രളയത്തെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് ഈ 4 വിധത്തിൽ? ആദ്യം പ്രളയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ, ഒരുപാട് ഫ്ലഡ് വന്നു നശിക്കുക. അല്ല, പ്രളയം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നാശം, അനിഹിലേഷൻ, അത്രേ ഉള്ളൂ. എന്താണ് അനിഹിലേഷൻ? അതായത് ഓരോ സമയത്തും അനിഹിലേഷൻ നടക്കുന്നത്, അതായത് ഈ പ്രപഞ്ചത്തിൽ ഡിസ്ട്രക്ഷൻ നടക്കും. അപ്പൊ 4 തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ നാശമാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ. എന്താണ്? ആദ്യത്തെ പ്രളയം നൈമിത്തിക പ്രളയം. എന്താണ് നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞാൽ? ഒക്കേഷണൽ അനിഹിലേഷൻ. ഈ ഒക്കേഷണൽ അനിഹിലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിയുമ്പോൾ അത് നശിക്കും. ഈ ബ്രഹ്മാണ്ടം മുഴുവനെ ഗർഭോദകസായ വിഷ്ണുവിന്റെ ഉദരത്തിലേക്ക് പോകും. ബ്രഹ്മാവും എല്ലാ ജീവജാലങ്ങളും കൂടിയിട്ട് ഒരു ദിവസം 12 മണിക്കൂർ, അതായത് 12 മണിക്കൂർ പകല്, 12 മണിക്കൂർ രാത്രി, അല്ലേ? അപ്പോ രാത്രി ബ്രഹ്മാവ് ഉറങ്ങാണ്, നമ്മളെല്ലാവരും ഉറങ്ങും. അപ്പോൾ ആ സമയത്ത് ഒരു പ്രളയം, ഒരു അനിഹിലേഷൻ, അതിനെ നൈമിത്തിക പ്രളയം എന്ന് പറയും. രണ്ടാമത്തെ പ്രാകൃതിക പ്രളയം. പ്രാകൃതിക പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ലൈഫ് സ്പാൻ 100 വർഷം, നമ്മളെല്ലാം 100 വർഷമാണ് സാധാരണ ജീവിക്കുന്ന പറയുന്നത്. അതേപോലെ ബ്രഹ്മാവും 100 വർഷം ജീവിക്കുന്നു. ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞാൽ 100 വർഷം കഴിഞ്ഞാൽ ബ്രഹ്മാവ് എവിടെ പോവും? ബ്രഹ്മാവും എല്ലാ ജീവജാലങ്ങളും മഹത്വത്വവും എല്ലാം കൂടിയിട്ട് കംപ്ലീറ്റ് ഫുൾ എവിടേക്ക് പോവും? മഹാവിഷ്ണുവിന്റെ ഉദരത്തിലേക്ക് പോവും. അതിനെ പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നു, അല്ലേ? ഒന്നും ഉണ്ടാവില്ല, എല്ലാ ബ്രഹ്മാണ്ടങ്ങളും. അതായത് മഹാവിഷ്ണു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയമാണ് ഒരു ബ്രഹ്മാവിന്റെ ആ ലൈഫ് സ്പാൻ. അത് പ്രാകൃതിക പ്രളയം. പിന്നെ നിത്യപ്രളയം. നിത്യപ്രളയം പറഞ്ഞാൽ എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും നശിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ, സെൽസ്, ഓരോ നിമിഷത്തിലും അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നത് 7 വർഷത്തിൽ ഒരിക്കലും നമ്മുടെ എല്ലാ കോശങ്ങളും നശിച്ച് വേറെ പുതിയ കോശങ്ങൾ വരുന്ന പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ജനിക്കുന്നു, ഒരു ഷഡ്പരിണാമം നമുക്കറിയാം. നമ്മൾ ജനിക്കുന്നു, വളരുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, ഡെൻഡിൽ ചെയ്യുന്നു, പിന്നെ മരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം എന്താണ്? ടൈം ഫാക്ടർ, കാലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മരണത്തോട് അടുക്കുന്നു, നമ്മളുടെ ശരീരവും നശിക്കുന്നു. അത് നിത്യപ്രളയം, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. പിന്നെ ആത്യന്തിക പ്രളയം. ആത്യന്തിക പ്രളയം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളുടെ ശരീരം നശിക്കുന്നു. നമ്മൾ ഭക്തിയുത സേവനം ചെയ്തിട്ട് നമ്മൾക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്ന സമയം നമ്മൾ കംപ്ലീറ്റ് പ്യൂരിഫൈ ആയിട്ട് ഈ ശരീരത്തിനെ വിടിഞ്ഞ് ഒരു ആധ്യാത്മിക ശരീരം കിട്ടുമ്പോൾ അതാണ് എന്താ പറയുന്നത്? ആത്യന്തിക പ്രളയം. നമുക്ക് ഭഗവത്ധാമിലേക്ക് പോവാം, അല്ലെങ്കിൽ മോക്ഷം കിട്ടിയിട്ട് ബ്രഹ്മജ്യോതിയിൽ പോവാം. ഇത് ആത്യന്തികം. അങ്ങനെ 4 തരത്തിലുള്ള പ്രളയമാണ്. പ്രഭു, ആ 3ാമത്തെ പ്രളയം ഒന്നുകൂടെ പറയും. ഞാനാണ് ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഓക്കെ. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് നെറ്റ് പോയി പ്രഭു കുറച്ചു നേരം, അതുകൊണ്ടാണ്. 3ാമത് പറഞ്ഞ നിത്യപ്രളയം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒന്ന് പറയും. ആത്യന്തിക പ്രളയം അതാണ് ഫൈനൽ. അതായത് നമ്മളുടെ ഈ ശരീരം വെടിഞ്ഞ് നമുക്ക് ആധ്യാത്മിക ശരീരം കിട്ടി, മുക്തി കിട്ടി, ഭഗവത്ധാമിൽ പോകുന്നതാണ് ആത്യന്തിക. അപ്പോൾ നൈമിത്തിക പ്രളയം ഒക്കേഷണൽ, അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം കഴിയുമ്പോഴുള്ളത്, അത് എന്താണ്? നൈമിത്തികം.
പിന്നെ പ്രാകൃതികം ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുമ്പോഴുള്ള അത് 100 വർഷം കഴിയുമ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ ഇതിൽ പോന്നു, മഹാവിഷ്ണുവിന്റെ. പിന്നെ നിത്യപ്രളയം, ഓരോ സെക്കൻഡിലും പ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യപ്രളയം അല്ലെ? നമ്മളുടെ അതായത് ഒരു പൂവ് രാവിലെ വിരിഞ്ഞു, വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വാടുന്നു അല്ലെ? അത് നശിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഓരോ സെക്കൻഡിലും. അതുകൊണ്ടാണ് അത് വാടുന്നത്, അതിന്റെ ഫ്രഷ്നെസ് പോകുന്നു. അതിൽ നമ്മൾ ജനിക്കുന്നു, മരിക്കുന്ന ജനനം മരണത്തിന്റെ ഇടയിൽ നമ്മൾ ഓരോ നിമിഷത്തിലും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിത്യപ്രളയം. പിന്നെ ആത്യന്തിക പ്രളയം, നമ്മളുടെ ഈ ശരീരം വെടിഞ്ഞ് നമ്മൾ ഭക്തിയുത സേവനം ചെയ്തിട്ട് നമ്മളുടെ ശരീരം വെടിഞ്ഞിട്ട് നമ്മള് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ആ യോഗ്യത കിട്ടുമ്പോൾ ഈ ഭൗതിക ശരീരം വെടിഞ്ഞ് നമുക്ക് ആധ്യാത്മിക ശരീരം കിട്ടുന്നു, മോക്ഷപ്രാപ്തി കിട്ടുന്നു. അത് ആത്യന്തികം, ഫൈനൽ പ്രളയം. ഇങ്ങനെ 4 പ്രളയത്തിൽ അല്ലെങ്കിൽ 4 അനിഹിലേഷൻ ആണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രളയം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുക്കാൻ പാടില്ല. നാശം, ഡിസ്ട്രക്ഷൻ, ഇതൊക്കെ അത്യാവശ്യമാണ്. ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില സമയത്ത് നൈമിത്തിക പ്രളയം ചില മന്വന്തരങ്ങൾ കഴിയുമ്പോഴുണ്ടായിരിക്കും, നൈമിത്തികം ഒക്കേഷണൽ. ചില സമയത്ത് ഈ നൈമിത്തിക പ്രളയം മന്വന്തരത്തിൽ ഉണ്ടാവും. പിന്നെ യുഗ സൈക്കിൾ കഴിയുമ്പോഴും ചില സമയത്ത് വരാം, ഒക്കെ വളരെ പാർഷ്യലായിട്ട് വരാം. പക്ഷെ അത് ഒക്കേഷണലാണ് എന്തായാലും. അപ്പോൾ ഒക്കേഷണൽ, നൈമിത്തികം, പിന്നെ പ്രാകൃതികം, നിത്യം ആൻഡ് ആത്യന്തികം, ഈ 4 പ്രളയങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫൈനലായിട്ട് പറഞ്ഞ് കൺക്ലൂഡ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറയൂ. ഇപ്പൊ ഇതില് നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ വന്നിട്ട് ശരിക്കും ബ്രഹ്മാവ് ഉറങ്ങുകയാണ്, പക്ഷെ ബാക്കിയുള്ള താഴെയുള്ള ലിവിങ് എൻറ്റിറ്റീസ് ഒക്കെ നശിച്ചു പോവാണ്. അങ്ങനെയല്ല അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞത്? ആരും നശിക്കുന്നില്ല, എല്ലാവരും ബ്രഹ്മാവ് അടക്കം ഗർഭവസായ വിഷ്ണുവിന്റെ ഉദരത്തിൽ പോവാണ്. നമ്മളുടെ കർമ്മങ്ങൾ എല്ലാം നമ്മൾ അവിടെ പോയി, പിന്നെ ബ്രഹ്മാവിന്റെ ദിവസം പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ നമുക്കെല്ലാം നമ്മളുടെ കർമ്മത്തിന്റെയും വാസനകളുടെയും അതായത് ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ശരീരം തരുന്നു. ഓക്കെ. പക്ഷെ ഇനി പ്രാകൃതിക പ്രളയം വരുമ്പോഴും അപ്പോ വിഷ്ണുവിന്റെ ഉദരത്തിൽ തന്നെയല്ലേ നമ്മൾ പോണത്? അപ്പൊ ഭഗവാൻ വിഷ്ണു, അതായത് മഹാവിഷ്ണു ശ്വസിക്കുന്ന സമയത്ത്, ശ്വാസം വിടുന്ന സമയത്ത് വീണ്ടും യൂണിവേഴ്സസ് ഉണ്ടാവുന്നു. ഓക്കെ, നമ്മൾ മോക്ഷം കിട്ടിയിട്ടില്ല, കാരണം നമ്മുടെ ആഗ്രഹങ്ങളും കർമ്മങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം സീഡ് ഫോമിലുണ്ട്. വീണ്ടും നമുക്ക് ജന്മം തരുന്നു. അതായത് ബ്രഹ്മാവ് വീണ്ടും നമുക്കെല്ലാം ഈ ദേഹങ്ങൾ തരുന്നു. ആ സമയത്താണ് അപ്പോ വിഷ്ണുവിന്റെ മീൻസ് ആ സുഷിരങ്ങളിൽ കൂടെ നമ്മൾ വരുന്ന ഓരോ ഉച്ഛ്വാസത്തിലും അത് വരുന്നത് അല്ലേ? അതെ. ഓക്കെ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജിയെ ചോദിച്ചാൽ എനിക്ക് അറിയാം ചോദിച്ചെന്നുള്ളത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे।